സംസ്ഥാന വനവകുപ്പിന്റെ സ്റ്റോർ റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആനക്കൊമ്പുകൾ കത്തിക്കണമെന്ന കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കരുതെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകർ. കോടിക്കണക്കിന് വില വരുന്ന കൊമ്പുകൾ കത്തിച്ചു കളയാതെ പകരം ഇടുക്കിയിൽ കൊമ്പുകൾ സൂക്ഷിക്കുവാൻ മ്യൂസിയം നിർമ്മിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സംസ്ഥാനത്ത് വനംവകുപ്പിന്റെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൺ കണക്കിന് ആനക്കൊമ്പ് 2023 നിയമപ്രകാരം കത്തിച്ചു നശിപ്പിക്കണമെന്നാണ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. എന്നാൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ കത്തിച്ചു കളയുന്നതിനോട് വനംവകുപ്പ് യോജിക്കുന്നുമില്ല. ആനയുടെയും മാനിന്റെയും കൊമ്പുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് കൈമാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് തടയിട്ടുകൊണ്ടാണ് കേന്ദ്ര വനം മന്ത്രാലയം സംസ്ഥാന വനം വകുപ്പിന് കൊമ്പുകൾ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ കോടികൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ കത്തിച്ചു കളയുന്നതിന് പകരം ഇടുക്കിയിൽ ഒരു മ്യൂസിയം നിർമ്മിച്ച് അതിൽ സൂക്ഷിക്കണമെന്നും ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തുകൂട്ടുമെന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം മനുഷ്യനെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ആനക്കൊമ്പുകൾ കത്തിച്ചു കളയാതെ ഇടുക്കി ജില്ലയിൽ തന്നെ ഇത് ഒരു മ്യൂസിയം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ തന്നെ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൽ തന്നെ ഒരു മ്യൂസിയത്തിലേക്ക് ഇത് മാറ്റുകയും അതുപോലെ വർഷങ്ങളായി ഉൾക്കാടുകളില് കടുവ, പുലി, കാട്ടുനായ്ക്കൾ വേട്ടയാടി കൊല്ലപ്പെട്ട മ്ലാവ്, മാന് ഇങ്ങനെയുള്ളവരുടെ കൊമ്പുകളും ഈ പറയുന്ന ആനക്കൊമ്പുകളും കൂടി മ്യൂസിയത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ടൂറിസത്തിന് ഒരു പ്രചോദനവും നല്ലൊരു വരുമാനവുമാണ്. ആനക്കൊമ്പും മാനിന്റെ കൊമ്പുകളുമെല്ലാം സൂക്ഷിക്കുന്ന മ്യൂസിയം വനം വകുപ്പിന്റെ കീഴിൽ ഇടുക്കിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമാകാനും ഇത് ഉപകരിക്കും എന്നാണ് നാട്ടുകാരുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.